കൊല്ലത്തെ കലോത്സവത്തിൻ്റെ രണ്ടാം ദിനം എങ്ങനെയെന്ന് നോക്കാം. ഞങ്ങളുടെ വാർത്താ സംഘം അവിടെ സജീവമായുണ്ട്. ഓരോ മുക്കും മൂലയും നൽകാനായി തയ്യാറാണ്. ഇപ്പോൾ നമ്മോടൊപ്പം എബി തോമസ് ചേരുകയാണ്. എബി, ഇന്നത്തെ ഗ്ലാമർ ഇനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പരാതികളുണ്ടോ, അപ്പീലുകളുണ്ടോ, ഒപ്പം മറ്റ് വിശേഷങ്ങൾ, അതിലേക്കൊക്കെ സമഗ്രമായെന്ന് പോയാൽ. അജിഷാദ്, ഇത് ആ വിഷയങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് വളരെ നേരമായി ഒരു അതിഥി തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രകടനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നമ്മൾ കുറേ നേരമായിട്ട് നമ്മൾ ഈ ലൈവിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. അപ്പോൾ ആ ഒരു അതിഥിയെ നമ്മൾ ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. വരാം. നങ്ങ്യാർകൂത്തായിരുന്നു മത്സരം അല്ലേ? ഇന്നലെയായിരുന്നു മത്സരം. പക്ഷേ നമ്മൾക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്നും അതേ ആ ഒരു അതിൻ്റെ മുഴുവൻ വേഷവിധാനത്തോടു കൂടി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ കൂട്ടുകാരി വന്നിരിക്കുന്നത്. പേര് പറഞ്ഞ മോളെ? എൻ്റെ പേര് ഗൗരിക. എവിടെന്നാ വരുന്നത്? പാലക്കാട്. മത്സരം ഇന്നലെയായിരുന്നു. അതെ, ഇന്നലെ. റിസൾട്ടൊക്കെ അറിഞ്ഞു. എങ്ങനെയുണ്ട്? ഫസ്റ്റ് എ ഗ്രേഡ് ആണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അതിൽ ഒരുപാട് സന്തോഷം കൂടിയുണ്ട്. കാരണം ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ ഒരാളാണ് നമ്മോടൊപ്പം നമ്മുടെ വേദിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുന്നത്. ഗൗരികയാണ്. പാലക്കാട് നിന്നാണ്. പാലക്കാട് ഒരുപാട് കലാകാരന്മാരൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. ഇത്തരത്തിലുള്ള അനുഷ്ഠാന കലകളെയൊക്കെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാട് കൂടിയാണ്. ഒപ്പം നമുക്ക് ഈ നങ്ങ്യാർകൂത്തിന്റെ ഇതെങ്ങനെയാണ്, ഏത് കഥയാണ് അവതരിപ്പിച്ചത്, ഇതിന്റെ ഒരു ഐതിഹ്യം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഞാൻ അവതരിപ്പിച്ച കഥ നരസിംഹാവതാരാണ്. മഹാവിഷ്ണു നരസിംഹരൂപം സ്വീകരിച്ച് പ്രഹ്ലാദനെ രക്ഷിക്കുന്ന ഭാഗമായിട്ടുള്ള കഥയാണ് ഞാൻ അവതരിപ്പിച്ചത്. ഇത് ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങനെ പഠിച്ച ഒരു അനുഷ്ഠാന കലയാണല്ലോ. ശരിക്കും ചെറുപ്പം മുതലേ തന്നെ പഠിച്ചു വരേണ്ടതാണ്. എത്ര നാൾ തൊട്ടാണ് ഇത് പഠിക്കുന്നത്? 3 വർഷമായി ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ എത്രയിലാണ് പഠിക്കുന്നത്? 8th. അപ്പൊ ഇനിയും സമയം നിരവധി കിടപ്പുണ്ട് കലോത്സവത്തിൽ വരാൻ. ആദ്യമായിട്ടാണ് കലോത്സവത്തിലേക്ക് വരുന്നത്? ഇത്തവണ ആദ്യമായിട്ട് വന്ന് ഫസ്റ്റ് അടിച്ചു. എങ്ങനെ എല്ലാവരുടെയൊക്കെ സന്തോഷം എങ്ങനെയായിരുന്നു ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ? ഭയങ്കര സന്തോഷമായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നപ്പോ? അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, അമ്മമ്മ, എല്ലാവരും കൂടെ കൂടിയാ വന്നേ? ഇവിടേക്ക് വന്നിട്ടില്ല, അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ വീട്ടിലാണ്. അപ്പൊ സ്കൂളിൽ നിന്ന് വേറെ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല. ഇത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ആ ഒരു പ്രകടനം കൂടെ ഒന്ന് കാണാൻ തോന്നുന്നു. തീർച്ചയായും. നേരത്തെ ഗൗരിക സൂചിപ്പിച്ചതുപോലെ മുദ്രകള്, മുഖഭാവം അങ്ങനെയൊക്കെയാണല്ലോ അല്ലെ ഇതിന്റെ ഒരു പ്രധാന അല്ലെ? അങ്ങനെയാണ്. അപ്പോ എന്തായാലും ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു വലിയ ആശംസ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്തരത്തിലൊരു ഇവിടെ വരാനും ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് അവതരിപ്പിക്കാനും കാണിച്ച ആ മനസ്സിന് നന്ദിയും കൂടി പറയുകയാണ് ഈ ഒരു ഘട്ടത്തിൽ.